ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ ഇപ്പൊ സച്ചിയുടെ കാര്യം ആലോചിച്ചേ ഉള്ളൂ. എന്റെ കാര്യം അത് വെറുതെ അല്ല സച്ചേട്ടാ, സത്യമായിട്ടും. അല്ല, ലച്ചു കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റില് ആരെ കാണാൻ പോയതാ? അതൊക്കെ എന്നോ മറന്ന കാര്യങ്ങളാ. അവളിപ്പോ ഗോവിന്ദിനെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാൻ. കഴിഞ്ഞ ദിവസം ലക്ഷ്മി ഇവിടെ വന്ന് തന്നെ കണ്ടില്ലായിരുന്നു. അതൊക്കെ സമ്മതിച്ചു. പക്ഷെ സച്ചേട്ടാ, സ്നേഹിച്ചവര് പരസ്പരം പിരിഞ്ഞു പോയേക്കാം. പല കാരണങ്ങളും കൊണ്ട് ഒരുമിച്ച് ചേരാൻ പറ്റാതെ ആയിരിക്കാം. എന്നാലും ആദ്യം പ്രേമിച്ച പെണ്ണിനും ആണിനും അത് പരസ്പരം മറക്കാൻ പറ്റില്ല ജീവിതത്തിൽ ഒരിക്കലും. ഓഹോ, അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ട്. ദേ, എന്റെ അടുത്ത് വലിയ ജാടയൊന്നും ഇറക്കണ്ട. ഈ മനസ്സിലൊരു കാറ്റടിച്ചാലേ അതെനിക്കറിയാം. അതിന് താൻ മൈൻഡ് റീഡിംഗ് പഠിച്ചിട്ടുണ്ടോ? ഈ ലോകത്ത് ഭർത്താവിനെ സ്നേഹിക്കുന്ന എല്ലാ ഭാര്യമാരും സ്വയം പഠിക്കുന്ന ഒരു കോഴ്സാണ് അത്. ഭർത്താവിന്റെ മനസ്സ് വായിക്കാനുള്ള മൈൻഡ് റീഡിംഗ്. അല്ല, എനിക്കൊരു സംശയം. എന്താ? കഴിഞ്ഞ ദിവസം ലക്ഷ്മി ഇവിടെ വെച്ച് കണ്ടു എന്ന് സച്ചേട്ടൻ പറഞ്ഞു. ഇന്നിപ്പോ ഇതാ വീണ്ടും കണ്ടു. കണ്ടത് ലക്ഷ്മി തന്നെയാണെങ്കിൽ ലക്ഷ്മി എന്തിനായിരിക്കും ഈ ഹോസ്പിറ്റലിൽ വന്നത്? അപ്പൊ എന്നോട് പറഞ്ഞത് ഏതൊരു ബന്ധു ഇവിടെ കിടപ്പുണ്ടെന്നാ. അതെ, സാറിനോട് ഇഷാന ഡോക്ടർ റൂം വരെ ഒന്ന് ചെല്ലാൻ പറഞ്ഞു. ഓക്കെ, ഞാനെന്നാ പോയി ഡോക്ടറെ കണ്ടിട്ട് വരാം. പോകുന്നൊക്കെ കൊള്ളാം. ഇനിയും ലക്ഷ്മിയെ കണ്ടെന്ന് പറഞ്ഞേ വല്ല പെണ്ണുങ്ങളുടെയും പിന്നാലെ പോയേക്കരുത്. നാണക്കേടാവും. താനൊന്നും പോയാ പോട്ടെ. എന്താ സർ? ഡോക്ടർ ഇഷാന അകത്തുണ്ടോ? ഇല്ല. എന്താ സർ കാര്യം? എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിരുന്നു. മാഡം ഇപ്പൊ ഒരു എമർജൻസി വന്നിട്ട് വാർഡ് 5ലേക്ക് പോയി. അവിടെ ചെന്നാ കാണാം. ശരി. ലച്ചു എന്താ ഇവിടെ? ലച്ചു. ആഹാ, സച്ചിടനോ? ഞാൻ ഇപ്പൊ സച്ചിയുടെ കാര്യം ആലോചിച്ചേ ഉള്ളൂ. എന്റെ കാര്യം അത് വെറുതെ. അല്ല സച്ചേട്ടാ, സത്യമായിട്ടും. അല്ല, ലച്ചു കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റില് ആരെ കാണാൻ പോയതാ? അത് അന്ന് ഞാൻ പറഞ്ഞില്ലേ,
എന്റെ ഒരു ബന്ധു ഇവിടെ അഡ്മിറ്റ് ആയി കിടക്കുന്നുണ്ടെന്ന്. അവരെ കാണാൻ പോയതാ. അത് കാർഡിയോളജി വാർഡിലാണോ? അന്ന് താൻ മറ്റെന്താണെന്നല്ലേ പറഞ്ഞത്? അല്ല സച്ചേട്ടാ, അന്ന് കാർഡിയോവാർഡിൽ തന്നെ പറഞ്ഞത്. സച്ചേട്ടന് കേട്ടത് തെറ്റിയതാവും. ആ, എന്താ ബന്ധുവിന്റെ പേര്? അത് പിന്നെ ആഹാ, അതെന്താ ബന്ധുവിന് പേരില്ലേ? അല്ല, പേരുണ്ട്. വീണ. വീണ എന്ന അവളുടെ പേര്. എന്താ ബന്ധുവിന്റെ പ്രോബ്ലം? അത് പിന്നെ അവളുടെ ഹൃദയം ഇങ്ങനെ ചുരുങ്ങി ചുരുങ്ങി വരും. അതാ അവളുടെ പ്രോബ്ലം. അവരെ എനിക്കൊന്ന് കാണാൻ പറ്റുമോ? ഇപ്പോഴോ? ആ, നമുക്ക് പിന്നൊരു അവസരത്തെ കാണാം. ഇപ്പൊ കണ്ടാൽ എന്തോ കുഴപ്പം? അത് പിന്നെ അവള് ഇഞ്ചക്ഷൻ എടുത്തതിന്റെ മയക്കത്തിലായിരിക്കും. അതുമല്ല, എനിക്ക് പോയിട്ട് ഒരു അത്യാവശ്യമുണ്ട്. അടുത്ത തവണ വരുമ്പോ നമുക്ക് ഒരുമിച്ച് അവളെ കാണാം. ഇപ്പൊ പോയിട്ട് എനിക്ക് കുറച്ച് ധൃതിയുണ്ട്. അല്ല, അർച്ചനയ്ക്ക് എങ്ങനെയുണ്ട്? ഇപ്പോ അല്പം ആശ്വാസമുണ്ട്. ഓ, എന്നാ പിന്നെ ഞാൻ പോട്ടെ. ആ, ഡോക്ടർ. ആ, സച്ചിയോ? വാവ ഇരിക്ക്. അല്ല, ഡോക്ടർ എന്തിനാ എന്നോട് വരാൻ പറഞ്ഞത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ടോന്ന് ചോദിച്ചാ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അത് പറയാനാ സച്ചി വിളിപ്പിച്ചത്. എന്ന് കരുതി സച്ചി പേടിക്കൊന്നും വേണ്ട. നാളെ മുതൽ അർച്ചനയ്ക്ക് ബ്രസ്റ്റ് ഫീഡിംഗ് ആരംഭിക്കാം. ബ്രസ്റ്റ് ഫീഡിംഗ് നാളെ മുതൽ തുടങ്ങാന്ന് പറഞ്ഞ പൂർണ്ണമായിട്ട് ശരിയായെന്നല്ല. സത്യം പറഞ്ഞ ഓരോ സമയത്തും ഞാൻ അർച്ചനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ചായിരിക്കുന്നത്. ഞാനത് ആരുടെ മുമ്പിൽ കാണിക്കുന്നില്ല എന്ന് മാത്രം. അത് നല്ലതാ. പക്ഷേ സച്ചിനെ അങ്ങോട്ട് അർച്ചനയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാ എനിക്ക് പറയാനുള്ളത്. പറഞ്ഞു ഡോക്ടർ. ഞാൻ അവർക്ക് വേണ്ടി ഇനി എന്താ ചെയ്യേണ്ടത്? അർച്ചന അപകടനില തരണം ചെയ്തു എന്നുള്ള കാര്യം ശരിയാ. കുഞ്ഞിന്റെ കാര്യത്തിലും ഇപ്പൊ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ എപ്പോ വേണമെങ്കിലും ഈ അവസ്ഥയ്ക്കൊരു മാറ്റം വരാം.